രണ്ടാമത് നമ്മുടെ പാലക്കാട് സഖാവ് ശശിക്കെതിരെ നടപടി എടുത്ത് നടപടി എടുത്തിട്ടില്ല. അപ്പൊ ഇന്നിപ്പോൾ ആള് KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്ന് പറയണം. അദ്ദേഹത്തെ അതേപോലെ ഇപ്പോൾ തുടരും. അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടാണ് തുടരും. ഇപ്പോൾ നിലവിൽ ജില്ലാ കമ്മിറ്റി അംഗം. ഏരിയ കമ്മിറ്റിയുടെ ചുമതല ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലായില്ലേ, അയാൾ ഇപ്പോൾ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അത് തുടരും. പിന്നെ ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറഞ്ഞാൽ പിന്നെ തുടരും പ്രത്യേകം പറയണ്ടേ. ഭൂതകാലം വർത്തമാനം പ്രത്യേകം അതിൻ്റെ ഭാവി കാലം പ്രത്യേകിച്ച്. KTDC ചെയർമാൻ സ്ഥാനം രാജിവെക്കുന്ന തിരുവനന്തപുരത്ത് വാർത്തകളുണ്ട്, അറിയാൻ വേണ്ടി. അറിയില്ല അത് അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെടണോ രാജിവെക്കാൻ? ഇല്ല രാജിവെക്കേണ്ട കാര്യമില്ല. ഇല്ല. ജില്ലാ സെക്രട്ടറി യോഗങ്ങളിൽ നിരന്തരം പങ്കെടുക്കുന്നുണ്ടല്ലോ. പാർട്ടിയിൽ നിന്നൊരു ശുചീകരണം നടത്തുന്നതിന്റെ ഭാഗം അല്ല, പാർട്ടിക്കകത്ത് നിരന്തരമായ ശുചീകരണം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരു കൊല്ലത്തേക്കോ ഒന്നുമല്ല, തുടർച്ചയായ പ്രക്രിയയാണ്. അതിൽ ജില്ലാ കമ്മിറ്റിയിലൂടെ ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ചിലപ്പോൾ ഏരിയ കമ്മിറ്റിയിലും പങ്കെടുക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. പരാതികളിലെല്ലാം വളരെ ഏത് പരാതി ഉണ്ടായാലും പരാതിൻ്റെ മേലെ കൃത്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും. അതിൽ വിട്ടുവീഴ്ച. പക്ഷേ PK ശശിനെ മാറ്റിയിട്ടില്ല എന്നുള്ള സാങ്കേതികമായിട്ട് പറയേണ്ടതാണോ, അത് ഓർഡർ ഉത്തരവായിട്ടില്ല എന്നാണോ പാർട്ടി? അതാണോ? അല്ല, ഞാനിപ്പം പറഞ്ഞാൽ മനസ്സിലായി, മലയാളത്തിലല്ലേ പറഞ്ഞത്. ക്ലാരിറ്റി വേണ്ടി അതിനെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ശശീൻ്റെ മേലെ ഒരു നിലപാടും സ്വീകരിച്ചു കഴിഞ്ഞിട്ടില്ല. സാധ്യതയുണ്ടോ? ഒരു കാര്യം